ദോശ കഴിക്കാം, മുട്ട ഓംലെറ്റ്, ചായ. വാ വാ, ഒറ്റ വണ്ടി നിർത്തുന്നുള്ളൂ. നിങ്ങൾക്ക് വായു ഗുളിക മേടിക്കാൻ പോകുന്ന പോലെ പോകുന്നു. ചായ വട, ചായ വട, ചായ വട, ചായ 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 കുടിച്ചു പോകാം. ചായ. ഓ ബേബി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിചാരിക്കുന്ന അത്രയും പ്രായമല്ല. I am only 24. ഒന്നും പറയണ്ട. എന്റെ ശരീരം ഇങ്ങനെ ആയിപ്പോ. ഞാൻ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ജിമ്മി പോവോ? യെസ്. എന്നാ Come on baby. ചായ വട 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 വട, ചായ വട വട, ചായ. ഹലോ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. സ്ത്രീകൾ വരുമ്പോഴാണ് വാടാ പോടാ വാടാ പോടാന്ന് നിങ്ങൾ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. അയ്യോ സുഹൃത്തെ, വാടാ പോടാന്ന് വിളിച്ചല്ല. ചായ വട, ചായ വട വട, ചായ വട വട, ചായ. ബേബി ചായ വേണോ? ഒരു ചായ കുടിക്കാം. ആയിക്കോട്ടെ. ബൂസ്റ്റ് ഉണ്ടോ? ബൂസ്റ്റ് ഒന്നുമില്ല. ഹോർലിക്സ് ഉണ്ടോ? ഹോർലിക്സ് ഇല്ല. എല്ലാ പേരും ചായ. രണ്ട് ചായ. ആ സ്റ്റാഫ് ഉണ്ടോ? ഇല്ല, ഞാൻ തന്നെ പോയി എടുക്കണം. ബേബി, നമുക്ക് നേരെ ഗോവയിലേക്ക് വിട്ടല്ലേ? ഒന്ന് പതിയെ പറ, ആരെങ്കിലും കേക്കും. ഓക്കെ. അവൻ ചായ എടുക്കട്ടെ. കടി കടി, അരേ ഭയ്യ കടി. ആ കടി 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 കടി. ഉഴുന്നോട് വേണോ അതോ പഴംപൊരി വേണോ? ये नहीं, कड़ी चाहिए. ഹലോ ഹലോ ഉഴുന്നുവട വേണോ അതോ പിന്നെ ഇത് വേണോ? ഹലോ പഴംപൊരി ഉണ്ടോ? ഹലോ, വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലേ? കടിയെന്ന് ഉദ്ദേശിച്ചതേ വാച്ച് വേണോന്ന്. അവരല്ലേ വാച്ച് ബിസിനസിന് വെച്ചിരിക്കുക, അത് വേണോന്ന്. വാച്ചാ? ആ കടിന്ന് വെച്ചാ വാച്ചാ? എനിക്ക് വാച്ചും വേണ്ട, ഒരു കുന്തം വേണ്ട. പോയി രാവിലെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും. വേണോടാ പോ. ഹലോ, എക്സ്ക്യൂസ് മീ. കടിയെന്ന് പറഞ്ഞ ചായയാണ്. അയ്യോ, ഇത് വാച്ചാണ്. വാച്ച് അതവിടെ, ആ കേസ് ഇവിടെ. എന്താണ്? ഇച്ചിരി കടുപ്പം കൂടി പോയി കേട്ടോ. കടുപ്പം കൂടി പോയ നല്ല തേയിലയാണ്, അതാണ്. അതിന്റെതല്ല, പിന്നെ ഈ ഒരു ഓറ് പാലില് 40 ചായ അടിച്ചത് ഇച്ചിരി കടുപ്പായി പോയെന്ന് പറയാറ്. ഇതിനകത്ത് പാലിന്റെ ഒരു അംശം പോലും ഇല്ല. 10 രൂപയല്ലേ വാങ്ങിച്ചെന്നുള്ളൂ. അപ്പൊ ഈ ചായ കൂച്ചാ മതി. നോൺസെൻസിന്റെ കടയിൽ വരണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേബി, നമുക്ക് നേരെ ഗോവയിലേക്ക് വിട്ടല്ലേ? അവിടെ നിന്ന് അടിച്ച് പൊളിച്ചാലോ നമുക്ക്? എത്ര പ്രാവശ്യം പറയണ, ആരെങ്കിലും കേക്കൊന്ന് പതുക്കെ പറ. ആ ഫൂളൊന്നും ശ്രദ്ധിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോണ് മാറ്റി ഒന്ന് സംസാരിച്ചാലോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കോളേജ് തുറക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഉള്ളിലെ കാമുകർ കിടന്ന് വെന്ത് നീറുകയായിരുന്നു. റോഷിനി, ഐ ലവ് യു എന്ന് പറയുന്ന പുസ്തകം ലൈബ്രറിയിൽ നിന്ന് അന്ന് റോഷിനി എടുത്തായിരുന്നു. ഐ ലവ് യു ടു എന്ന പുസ്തകം ഞാൻ എടുത്തായിരുന്നു. നമ്മൾ പറയുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നതെന്ന് എനിക്കൊരു പ്രശ്നമല്ല. നിന്നെ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ തരട്ടെ എന്നുള്ള പുസ്തകം നമുക്ക് ലൈബ്രറിയിൽ നിന്ന് അത് എടുക്കണം കേട്ടോ. നല്ല പുസ്തകം, നല്ല നോവലാന്ന് പറയുന്ന കേട്ടു. അങ്ങനെ നീ ചെയ്ത നല്ല തല്ലുകൊള്ളും എന്ന പുസ്തകം ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തായിരുന്നു. ആണല്ലേ? ഇതൊക്കെ കേട്ടാൽ മനസ്സിലാകാതിരിക്കാൻ ഞങ്ങൾ വെറും ഉണ്ണാക്കന്മാരല്ല. അതെ, അത് ഞാൻ ഇവരുടെ അടുത്ത് അങ്ങനെ എന്താ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഒരു പുസ്തകം ഞാൻ കേട്ടിട്ടില്ല. എടാ കൊച്ചനെ, നീ വെളച്ചിൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ. അല്ലണ, ഞാൻ അത് അപ്പോഴത്തെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇത് മറ്റേതിന്റെ 2ാം ഭാഗമാണിത്. അതെ, പോവാ നിന്ന് ശരിയാവൂല. പൈസ ഇരിക്കുന്നേ. ബാക്കി വെച്ചോ. പോണം. മോനെ, ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്റ്റീഫൻ നെടുമ്പള്ളി ഞാൻ അത് എവിടെയോ കേട്ടിട്ടുണ്ട്. പുള്ളി എഴുത്തുകാരനാണ്. പിന്നെ നല്ല സാഹിത്യകാരനാണ്. ആണല്ലേ? അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഏത് പുസ്തകമാണ്? നിന്റെ തന്തയല്ല എന്റെ തന്ത. ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം, നല്ല പുസ്തകമാണ് കേട്ടോ. കൂടുതൽ സമയം വെളച്ചിലെടുക്കാതെ വിട്ടുപോക്കോ കേട്ടോ. പുതിയ കോഡ് ഭാഷയിൽ സംസാരിക്കാണ്. നീ എന്റെ നെഞ്ചത്താ ചവിട്ടിയത് അറിയോ? നീ നാളെ ബീവറേജ് പിടിച്ചോളാടാ. ഹലോ, എന്തോ? 5 പരിപ്പൂട പാഴ്സലെടുത്ത്. കാശുണ്ടോ? കാശില്ല, ഞാൻ ചോദിക്കോ പരിപ്പൂടാ. ആ കാശുണ്ടെങ്കിൽ പരിപ്പോട് തരും. ആ കാശ് പിടിച്ചോ, രൊക്കം പിടിച്ചോ. അങ്ങനെ മര്യാദക്ക് കാശുണ്ട്. നീ ഇപ്പൊ ഡീസന്റ് ആയല്ലോടാ. നീ ഞാൻ ഡീസന്റ് ആണല്ലോ നേരത്തെ. എന്താ നോട്ട്? ഈ ഓട്ടയുള്ള നോട്ടോ? ഓട്ടയുണ്ടോ? ഈ നോട്ട് എടുക്കത്തില്ല. എടുക്കത്തില്ലേ? ഈ നോട്ട് എടുക്കത്തില്ല. എന്നൊരു കാര്യം ചെയ്യ്, വേറെ നോട്ട് തരാമെങ്കിൽ നിനക്ക് പരിപ്പോട തരാം. പരിപ്പോട വേണ്ട, ഉഴുന്നുവിടതാ. എടാ, ഉഴുന്നുവടയായാലും ഈ നോട്ടല്ലേ നീ തരുന്നത്? അപ്പൊ ഉഴുന്നുവിടക്ക് ഓട്ടയുണ്ട്, ഇതിൽ ഓട്ടയില്ല. അപ്പൊ സെയിം ആയില്ലേ? എന്ത് സെയിം? 2 ഓട്ടയില്ലേ? ഓട്ട ഉണ്ടെന്നും പറഞ്ഞ് നീ നല്ല നോട്ട് തരാമെങ്കിൽ നിനക്ക് ഉഴുന്നുവട തരാം. നീ തരിയല്ലേ? നീ തരത്തിടാ. നിന്നെ എടുത്തോളാം. ഓ, എടുക്ക. കാണുമല്ലോ, കണ്ണു തരാ നിനക്ക് ഞാൻ. എന്നെ എടുക്കണേടാ. മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. ഇതെന്താന്നേ കടയിൽ വന്ന കസ്റ്റമറിനൊക്കെ പറഞ്ഞു വിടുന്നത്? ഓ, കസ്റ്റമറിനെയൊക്കെ ഓടിച്ചു വിടാൻ ഇത് ലുലു മാളല്ലേ? ഇത് കോടികളുടെ വരുമാനമല്ലേ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
നീ എന്താണ് ഇത്ര താമസിച്ചത്? പിന്നെ ഇപ്പോഴെങ്ങാനും വന്നത് അമ്മച്ചിയുടെ കണ്ണു വെട്ടിച്ചിട്ടാ. അമ്മച്ചിയുടെ കണ്ണു വെട്ടിച്ചെന്നു? ഇടി ഞാൻ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ ഇങ്ങനെ മഴയും കാത്തിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ഈ ജാതകദോഷമൊന്നും പറഞ്ഞ് നിന്നെ എനിക്ക് കെട്ടിച്ചു തരുമോ? ഇല്ല. 46 വയസ്സായി. ഇനി നിന്നെ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ അച്ഛനോട് കെട്ടിച്ചേരാൻ പറയടി എന്നെ ഒന്ന്. അയ്യോ, എങ്ങനെ ഞാൻ ചെന്ന് പറയും? നിങ്ങളുടെ സ്വഭാവം അത്ര വിശേഷമാണല്ലോ. എന്റെ സ്വഭാവത്തിന് എന്താടി കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഇന്ന് രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ്? അത് ഇച്ചിരി താമസിച്ചു. എത്ര മണിക്കാ കട തുറന്നത്? കട തുറന്ന 1 മണിയായി. ഇനി എപ്പോഴാ കട അടച്ചിട്ട് പോണത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോയി കഴിഞ്ഞിട്ട് എന്താ നിങ്ങളുടെ പരിപാടി? എന്താ പരിപാടി? കള്ളുകൂടി, സിഗരറ്റ് വലി. അപ്പൊ ഇങ്ങനെയുള്ള ആളുടെ സ്വഭാവം ഞാൻ എങ്ങനെ അച്ഛനോട് പോയി പറയും? നിന്റെ അച്ഛന്റെ ആ സ്വഭാവം കൊണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഈ സമയം ഈ തോന്നിവാസമായിട്ട് നടക്കുന്നത്. അതേസമയം നിനക്ക് കെട്ടിച്ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോത്തില്ലേ? ചെയ്യും. മാല ദീദി, മാല ദേഖോ. ഇടി ആവശ്യമില്ലാത്ത ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ. എനിക്ക് ഒരെണ്ണം വേണം. എത്ര രൂപയാ? 30 रुपए. അതൊന്നും വേണ്ട, അത് കൊള്ളില്ലത്. നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിനൊക്കെ മാച്ച് ആകും. ഒരെണ്ണം മേടിച്ചതാ. എത്ര? 30 रुपया. കൊടുത്തേ സാധനം കൊടുത്തേ. എനിക്ക് വേണം. നിനക്ക് വേണോ? വേണം. പക്ഷെ ആ വിലക്ക് ഈ മാലയില്ല. കൊടുക്ക്. ഞാൻ അങ്ങോട്ട് വില ഇങ്ങോട്ട് വില, ഞാനൊരു വില പറയും. അതിന് സമ്മതിക്കുവാണെങ്കിൽ അത് എടുത്തോളാം. 50 രൂപ തരും. അയ്യോ, 30 റുപ്പീസ് ഒന്നും ഞങ്ങൾക്ക് തരാനില്ല. ഇത് അതിനുള്ള സാധനമില്ല. നീ മിണ്ടായിരിക്കും. ഞാൻ സംസാരിക്കുന്നുണ്ട്, നീ ഇടപെടണ്ട. മനസ്സിലായോ? നിന്നെ അവർ പറ്റിക്കുന്ന പോലെ ഞാൻ പറ്റിയതുകൊണ്ട് പോകാൻ പറ്റില്ല. മിണ്ടണ്ട. ഞാൻ പറഞ്ഞല്ലോ. ദേ 50 രൂപയുണ്ട്. ഇതാ അത്രേ ഉള്ളൂ. പൊക്കെ പോയെ. അതേ കൂടുതലൊന്നും തരത്തില്ല. നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. ഈ മാലയ്ക്ക് 30 റുപ്പീസ് ഒന്നും. ചുമ്മാതല്ല കേട്ടാ നിങ്ങളെ ആളുകൾ മണ്ടൻ എന്ന് വിളിക്കുന്നത്. എന്നെ ആളുകളൊന്നും വിളിക്കുന്നില്ല, നീ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഈ മാലയ്ക്ക് അവര് പറഞ്ഞ എത്ര രൂപയാന്നറിയോ? 30 രൂപ. നിങ്ങൾ എത്ര രൂപ അവർക്ക് കൊടുത്തത്? 50 രൂപ. 50 രൂപ കണക്കായിപ്പോ. എനിക്ക് അങ്ങനെ തന്നെ വേണം. നിനക്ക് അന്നേരം പറഞ്ഞുകൂടായിരുന്നു? എന്നെ കൊണ്ട് വാ ഉറപ്പിച്ചോ നിങ്ങള്? എന്റെ 20 രൂപ കളിപ്പിച്ചു പോയി. നീ മേലെ ഈ പരിസരത്തെ ഉണ്ടാക്കരുത് കേട്ടോ നിന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിട്ടാ വന്നത്. എന്താ പറഞ്ഞു? ജാതകദോഷമൊന്നും ഞാൻ നോക്കണില്ല. എന്താ കാര്യം? ഞാൻ പറയുന്ന ഒരു 5 കാര്യം സമ്മതിക്കുവാണെങ്കിൽ അച്ഛന്റെ സമ്മതത്തിനൊന്നും ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇങ്ങ് പോരുവാ. എന്തോ 5 കാര്യം? എന്താ പറയട്ടെ? പറഞ്ഞു. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. ഞാന് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. ഈ വയറൊക്കെ പോണം. പിന്നെ സമയത്ത് വന്ന് കട തുറക്കണം. പിന്നെ കള്ളു കുടിക്കാൻ പാടില്ല. സിഗരറ്റ് വലിക്കാൻ പാടില്ല. രാത്രി 10 മണിയാകുമ്പോ തന്നെ കിടന്നുറങ്ങാൻ വേണം. ഓ അത് ശരി. ഇതൊക്കെ ആര് ചെയ്യണം? നിന്റെ തന്തയാണോ അതോ ഞാൻ ചെയ്യണോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നിന്റെ തന്ത ചെയ്യണോ അതോ ഞാൻ ചെയ്യണോ? ഇതൊക്കെ ചേട്ടൻ ചെയ്യണം. ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ എന്നെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ലടി. ഇത് നടക്കില്ല. ഇത് നടക്കില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നില്ല. നടക്കത്തില്ല. വേണ്ട, നടക്കണ്ട. അത് കൊള്ളാലോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ കുറെ നേരമായി കേട്ടോ നിങ്ങൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? മര്യാദക്ക് എന്റെ കൂടെ വന്നേ. ഇന്നൊരു കാർ മേടിച്ചിട്ടേ ഞാൻ ഇന്ന് വീട്ടിൽ പോകും. കാർ മേടിക്കാൻ പറ്റത്തില്ല. ചായ എടുക്കട്ടെ ചേട്ടാ. സഹോദരൻ, ഇതിലും വലിയ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ചായ കൊണ്ടുവന്ന് പൊക്കെ. എനിക്ക് കാർ വേണം. കാർ മേടിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. അതെന്താ പറ്റാത്തത്? നിങ്ങളൊന്ന് കേക്കണം. എന്റെ അനിയന്റെ കല്യാണം അടുത്ത ആഴ്ച. എന്റെ ബന്ധുക്കളെല്ലാം വരുന്ന കാറിനകത്താ. എന്റെ അനിയത്തി മേടിച്ചിരിക്കുന്നത് ഒരു ഓടി കാറാ. രൂപ 50 ലക്ഷമായി. അയ്യേ, നിങ്ങളെ ആരുടെ പറ്റിച്ചാണ്? നിങ്ങൾ ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? ഓടി തേഞ്ഞ കാറിന് എന്തിനാണ് 50 ലക്ഷം രൂപ കൊടുക്കേണ്ട കേസ്? അയ്യോ, ഓടി തേഞ്ഞ കാസിന് 12,000 രൂപ കൊടുത്താൽ കിട്ടും. പോലെ കാറ് കിട്ടും. ഓടി കാർ എന്ന് പറയുന്നത് ഒരു കാറിന്റെ പേരാ. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ഞാനിപ്പോ പുതിയ കാർ വേണമെന്ന് പറഞ്ഞു. നമ്മൾ പോയി കണ്ടില്ല ഒരു സെക്കൻഡ് ഹാൻഡ് കാർ. ആ കാർ എനിക്ക് മേടിച്ചതാ. നീ വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ സംസാരിക്കാം. എന്റെ പട്ടി വരും. നീയും നിന്റെ പട്ടിയും കൂടെ അങ്ങോട്ട് വന്നേര്. ഞാൻ വീട്ടിലോട്ട് പോവാ. നിങ്ങൾ പോകുമോ? എനിക്കൊന്ന് കാണണമല്ലോ. നമ്മുടെ കടയുടെ വാതിക്കൽ ഇത്രയും നല്ല വണ്ടി ഉണ്ടായിട്ട് അവക്ക് പോരാ. അവക്ക് കാർ അയ്യോ, താണ്ടതാ ഓടെ വീണു. അയ്യോ, നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചത്? ഇനി അത് കിട്ടുമെന്ന് തോന്നില്ല. ചേച്ചി ദേഷ്യം വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? ഒഴുകി അങ്ങ് പോയിനി. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ. നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കണ്ടേ? ഇത് എന്തിനാണ് കിടന്ന് വരും നടുറോടെ? നിങ്ങൾ നാണോ മാനൊന്നും ഇല്ലെന്ന്. ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എങ്ങനെ വീട്ടിൽ പോകും? സ്പെയർ താക്കോലില്ല. അത് വീട്ടിൽ പോകണ്ട എടുത്തോണ്ട് വരാൻ. അറിയാതെ ചെയ്തു പോയത്.
നീ മിണ്ടിപ്പോരെ എങ്ങനെയെങ്കിലും ഇവരൊന്ന് സഹായിക്കേ അത് പൊട്ടിക്കാൻ ഈ പറ്റുമോ? ചായ അടിച്ചോണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ അടി അതെടുക്കുന്നത് ഞാൻ എന്തോ മെക്കാനിക്കാണോ? അല്ല ഈ പൂട്ട് പൊട്ടിക്കാൻ പറ്റൂലേ? ഇങ്ങനെ, പൊട്ടിക്കാം. പൊട്ടിക്കാൻ ആ പറ്റൂലേ? ഭാഗ്യത്തിന് ആന്റി ലോക്ക് അല്ല. എന്താ ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടോ. ഇയാളൊന്ന് സമാനപ്പെടും. നിങ്ങളൊന്നും മിണ്ടായിരിക്കാവോ, വഴക്കുണ്ടാക്കാതിരിക്കാവോ? അല്ല റെഡിയാക്കാൻ പറ്റുമോ? ഞാൻ എന്തേലും ഒന്ന് ചെയ്തതാ ചേട്ടാ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അറിയാതെ പറ്റിപ്പോയതാ. സത്യമുണ്ടോ നോക്കി അവിടെ? പിണങ്ങാതെ ചേട്ടാ. നീ ഇത് വെച്ച് തല്ലി പൊട്ടിക്കാൻ പറ്റുമോ? വേണ്ട വേണ്ട, ആ കുഴപ്പമില്ല. എന്നാട്ടാ ഈ വയറ് രണ്ടൂടെ പിരിച്ച് ഒന്നിച്ച് കൊടുത്താ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ട് പോവാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ പിരിക്കട്ടെന്നത്. ചേട്ടൻ മെക്കാനിക്കാണോ? മെക്കാനിക്കല്ല, പണ്ട് എന്തോ ഒരു ബൈക്കിങ്ങനെ നിന്നപ്പം ഒരാൾ ചെയ്ത് കാണിച്ചത്. ആണല്ലേ? അത് ഞാൻ കണ്ടുപിടിച്ചു. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളതാണ്. ശരിയായ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഒന്ന് നോക്കട്ടെ ചേട്ടാ, ഒരു മിനിറ്റ്. ഇതേ താക്കോല് കിട്ടുമ്പോ അത് കറക്റ്റ് ചെയ്തോണം. ഓ ശരി ശരി ശരി. അയ്യോ അയ്യോ, സ്റ്റാറായി. ചേട്ടാ റെഡിയായി. ഏതൊരു പറഞ്ഞു ഞാൻ മണ്ടനാന്ന് നോക്കിയേ. ചേട്ടാ താങ്ക്സ് കേട്ടോ. വലിയ ഉപകാരം കേട്ടോ. മിണ്ടരുത്, ഉപകാരം ഇങ്ങോട്ടോ. നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ. ഇല്ല ഇല്ല. ശരി പോക്കോട്ടെ. വഴക്കൊന്നും ഉണ്ടാക്കാതെ പോ. ചേട്ടാ താങ്ക്സ് ചേച്ചി, രണ്ടുപേർക്കും. ഇനി ഇതുവരെ വരുമ്പോ ചായ കുടിച്ചിട്ട് പോണം. ഇനി ഇത് വരുമ്പോ ചായ കുടിച്ചിട്ടേ പോകാം കേട്ടോ. ഓക്കെ ഓക്കെ. ശരി ചേട്ടാ. ഇപ്പൊ മനസ്സിലായി എന്റെ ബുദ്ധി എന്താന്ന് കണ്ടാ? ശ്ശോ, എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. വെരി ഡൺ. ഈ ഇപ്പൊ ചെയ്തതിന് എനിക്കൊരു ഗിഫ്റ്റ് തരണം. ആണോ? ആ ഞാൻ ആ കടയിൽ പോയിട്ട് 2 ഐസ്ക്രീം മേടിച്ചോണ്ട് വരട്ടെ. മേടിച്ചിട്ടുണ്ടോ? മറ്റേ ചേട്ടന്റെ പേര് പറയും. ആ ചായ വട സാറേ, ചായ വട ചായ ആണോ? അതെ മേലോട്ടാണോ സാറേ? ഇവിടെ ഒരു ബൈക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഇവിടെ ബൈക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ അവിടെ അതതിന്റെ ഓണർ എടുത്തോണ്ട് പോയി. ഓണറോ? എടാ ഞാനാണോ ആ ബൈക്കിന്റെ ഓണറോ? വേറെ ഓണർ എടുത്തിട്ട് പോയത്? അല്ല താക്കോലില്ലാതെ അയാൾ എങ്ങനെ എടുത്തിട്ട് പോയത്? താക്കോല് കളഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് അവര് ഇത് പിന്നെ ഇത് വയറ് രണ്ടോട് കൂട്ടിപ്പിടിച്ച് സ്റ്റാർട്ട് ചെയ്തോണ്ട് പോയി സാറേ. അവര് എങ്ങോട്ട് പോയെന്ന് അറിയാമോ? അവർ ആ വഴിക്കാണ് പോയത്. എന്താ സാറേ? അല്ല എന്റെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ആ ഇവിടെ കുറെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അത് ആരും എടുത്തിട്ട് പോയി? അതോ? അത് ഇവൻ 2 വയർ തമ്മിൽ കൂട്ടുമുട്ടിച്ച് സ്റ്റാർട്ട് ചെയ്ത് 2 പേരെ ഇങ്ങനെ കയറ്റി വിട്ടവൻ. നീയാണോ എടുത്തത്? അല്ല സാറേ, ഞാനാണോ എടുത്തത്? കൊടുക്ക് സാറേ, കൊടുക്ക്. നീ തന്നെയാണോ എടുത്തത്? ഞാനാണ് എടുത്തത്. അപ്പൊ നീ കട ഇട്ടോണ്ട് വണ്ടി മോഷണം അല്ലടാ? അയ്യോ അല്ല സാറേ. എടാ അപ്പൊ ഒരു പോലീസുകാരനായ എന്റെ വണ്ടി ഇങ്ങനെ മോട്ടത്തേക്ക് ഈ പാവപ്പെട്ടവരെ വണ്ടി നീ കുടിക്കണടാ? സാറ് പോലീസായിരുന്നു. ആ പോലീസ് ആയിരുന്നാ? എത്ര വണ്ടി ഓടിച്ചോണ്ടോ നീ? സത്യമായിട്ടും ഇല്ല സാറേ. സത്യമായിട്ടും അല്ല സാറേ. നീ 5-6 വർഷത്തേക്ക് വെളിയിറങ്ങാത്ത ഞാൻ ഒന്ന് പറയട്ടെ സാറേ. കേസാക്കി നിന്നെ ഞാൻ അകത്താക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ. അറിയാതെ ചെയ്ത സാറേ. നീ അറിഞ്ഞോ അറിയാതെ അത് കോടതി തെളിയിച്ചോളൂ. എന്തായാലും നീ 5-6 വർഷം നിന്റെ വെളിയിൽ കാണില്ല. നമ്മുടെ ഏരിയയിലുള്ള കംപ്ലീറ്റ് മോഷണം പോയ വണ്ടിയുടെ കേസും നിന്റെ തലത്തില മോഷണം എന്താ എന്തുപറ്റി? ഹലോ. ഒന്നുമില്ല എന്താ എവിടെ കൊണ്ടുപോണ്? നടക്കണ എവിടെയാ കൊണ്ടുപോണത്? എന്റെ ഭാര്യയാണ് സാർ. പറഞ്ഞിട്ട് പെട്ടെന്ന് നീയേ നീ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? എന്റെ എന്തൊക്കെ ശീലങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞില്ലായിരുന്നു? അതെന്തൊക്കെയായിരുന്നു? അത് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം, പിന്നെ കറക്റ്റ് സമയത്ത് കട വന്ന് തുറക്കണം, പിന്നെ കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, രാത്രി 10 മണിക്ക് മുമ്പേ കിടന്നുറങ്ങണം. ഇതൊക്കെ നാളെ മുതൽ ഞാൻ കൃത്യമായിട്ട് ചെയ്യുവടി. അതെങ്ങനെ? ഇയാള് പോലീസുകാരനാടി, എന്നെ സബ് ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ഏ? ആ